സുഗമോദേവി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയുടെ വീട്ടിലേക്ക് ഹരിവക്കീലാണെങ്കിൽ ചെറിയൊരു വിസിറ്റിംഗ് നടത്തുന്നുണ്ട്. ഈ സമയം അരുന്ധതിയുടെ ഒരു പകപ്പും വല്ലായ്മയൊക്കെ കണ്ട് ഹരിവക്കീലിന് നന്നായി തന്നെ സംശയം തോന്നുന്നുണ്ട്. എന്തായാലും താനും ഈ കേസിൽ അരുന്ധതിയെ സഹായിക്കാമെന്നും ഒപ്പമുണ്ടാകുമെന്നൊക്കെ വാക്ക് കൊടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ഇസബല്ലയാണെങ്കിൽ ഐസക്കിനോട് പറയുന്നുണ്ട്, ഹരിവക്കീല് അരുന്ധതിയുടെ വീട്ടിലേക്ക് പോയത് അത് വെറുതെയല്ല, മറ്റെന്തൊക്കെ ഉദ്ദേശങ്ങളുണ്ട്. കാര്യങ്ങളെല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോവുകയാണല്ലോ പാപ്പ, നമ്മള് അവസാനം പെട്ടുപോകുമോ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കും ഇപ്പോ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഹരിവക്കീല് ആള് ചില്ലറക്കാരനല്ല, ജഡ്ജ് കൂടിയാണ്, ആകെ പേടിയാകുന്നുണ്ട്. നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഐസക്കും കൺഫ്യൂഷൻ ആവുകയാണ്. പിന്നീട് നന്ദനും ദേവികയും പ്രഭാവതിയും സിദ്ധാർത്ഥനും എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഹരിവക്കീലാണെങ്കിൽ അങ്ങോട്ട് കയറി വരുന്നത്. അങ്ങനെ എന്തായി അങ്കിളെ കാര്യങ്ങളിൽ നിന്നൊക്കെ ദേവിക ചോദിക്കുമ്പോ ഹരിവക്കീൽ പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അരുന്ധതിക്ക് എന്തൊക്കെയോ ചെറിയ കളലക്ഷണങ്ങളുണ്ട്. അവർക്കിപ്പോ ഋഷിയെക്കുറിച്ച് അന്വേഷിക്കാനോ ഋഷിയുടെ തിരോധാനത്തിൽ യാതൊരു വേദനയും ഇല്ല. അങ്ങനെ വേദനിച്ച് കഴിയുന്ന ഒരു അമ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. ഇവിടെ വന്ന് വഴക്കുണ്ടാക്കി എന്നൊക്കെ കേട്ടപ്പോ എന്തോ അവര് ഇപ്പോഴും ഡിപ്രഷനിൽ ആയിരിക്കുമെന്നൊക്കെ കരുതിയത്. അവിടെ ചെന്നപ്പോ അവര് വളരെ കൂളായിട്ടാണ് പെരുമാറിയത്. പിന്നെ മകന്റെ ഒരു കേസ് അന്വേഷിക്കാൻ തീരെ താല്പര്യവും കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട് നന്ദനും എല്ലാവരും ആകെ ഞെട്ടുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ഹരിവക്കീലിനോട് ദേവിക ചോദിക്കുകയാണ്. അതൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നന്ദൻ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ അരുന്ധതിയിൽ നിന്നും തനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാനായിട്ട് കഴിയുന്നില്ല. ഒരു മകനെ കാണാത്ത ഒരമ്മ, അല്ലെങ്കിൽ മകൻ മരണപ്പെട്ടോ അല്ലെങ്കിൽ എവിടെയാണെന്ന് ഉള്ള ഒരു ബുദ്ധിമുട്ടും അവരുടെ മുഖത്ത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നന്ദൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ അങ്കിളെ? അത് നന്ദൻ, ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്തു തരണം. എന്താണെന്ന് വീണ്ടും വീണ്ടും നന്ദൻ ചോദിക്കുമ്പോൾ സത്യമായി തന്നെ പറയുക. എന്താണ് ഋഷിയെ നീ ചെയ്തത്? ഋഷി യഥാർത്ഥത്തിൽ മരിച്ചോ? അത് നീ കണ്ടോ? നീ തന്നെയാണോ ഋഷിയെ കൊന്നത്? ഇതൊക്കെ കേട്ട് നന്ദനാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഞാൻ തന്നെ അങ്കിളെ കൊന്നെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പിന്നെ നന്ദൻ എന്നോടൊപ്പം ഒരിടത്തേക്ക് വരണമെന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഋഷിയെ കുഴിച്ചിട്ട ആ സ്ഥലത്തേക്ക് തന്നെയാണ് ഹരിവക്കീലാണെങ്കിൽ നന്ദനുമായിട്ട് പോവാൻ തീരുമാനിക്കുന്നത്. പിന്നീട് ഇസബലയും കെവിനും എല്ലാവരും ചേർന്ന് കാര്യങ്ങൾ അറിയാനായിട്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് അരുന്ധതിയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം പറയുന്നു. ഹരിവക്കീലിന്റെ വരവിന്റെ ഉദ്ദേശം അത് വെറുതെയല്ല, എന്തൊക്കെയോ കാര്യങ്ങൾ പുകഞ്ഞ് മറിയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒപ്പിച്ച പണികളൊക്കെ തന്നെ നിങ്ങൾക്ക് തന്നെ തിരിച്ചടിക്കാൻ പോവുകയാണ്. നന്ദനെയും ദേവികയെയും ചന്ദ്രോത കുടുംബത്തെയും ഇത്രത്തോളം വേദനിപ്പിച്ച നിങ്ങളെ ഒരിക്കലും അവർ വെറുതെ വിടുമെന്ന് കരുതണ്ട. സത്യങ്ങൾ അറിഞ്ഞാൽ അറിയാമല്ലോ എന്തൊക്കെ പുകില ഉണ്ടാകാൻ പോകുന്നതെന്ന്. ദേവിക ഒരു MLA ആണ്. ഒരു MLAക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കേട്ട് ഇസബല്ലയാണെങ്കിൽ ഇനിയിപ്പോ അവൾ എന്ത് ചെയ്താലും എനിക്ക് വേണ്ടില്ല, അവസാനം വരെ പോരാടുക തന്നെ ചെയ്യും. ഋഷി, നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കാമെന്നൊക്കെ പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട്, ഇനി നന്ദനെ ശിക്ഷിക്കാനായിട്ട് ഞാൻ സ്വയം മരിക്കണമെങ്കിൽ അതിനും തയ്യാറാണെന്ന്. ഇത് കേട്ട് അരുന്ധതിയാണെങ്കിൽ നിനക്ക് എന്താ ഭ്രാന്താണോടോ എന്നൊക്കെ പറഞ്ഞ് ഋഷിയെയും കെവിനെയും ഇസബല്ലയെയും വേണ്ടുവോളം വഴക്ക് പറയുകയാണ്. അവർക്കാണെങ്കിൽ അതൊന്നും അങ്ങോട്ട് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.